അസ്സലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു വെറൈറ്റി പലഹാരമാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ഇതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാനിലേക്ക് 250 ml കപ്പിന് 1 കപ്പ് പൊടിച്ച ശർക്കര ഇട്ട് കൊടുക്കാം. ശർക്കര ഉരുകി കിട്ടുന്നതിന് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കാം. ഈ ശർക്കര ഒന്ന് ഉരുകി വരട്ടെ. നമ്മൾ പൊടിച്ച് ശർക്കര എടുത്തതുകൊണ്ട് പെട്ടെന്ന് ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ ഉരുകി കിട്ടും. ഫ്ലെയിം മീഡിയം ഫ്ലെയിം വേണം വെച്ച് കൊടുക്കാം. ഇപ്പൊ ശർക്കര പാനിയെല്ലാം എന്താ ഒന്ന് ഉരുകി വന്നിട്ടുണ്ട്. ഒന്ന് തിളച്ച് വന്നപ്പോൾ തന്നെ ശർക്കര പാനിയെല്ലാം എന്താ ഉരുകി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഒരു നൂൽപ്പാവൊന്നും ആവേണ്ട ആവശ്യമില്ല. ഇനി ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി ഉരുക്കിയെടുത്ത ശർക്കര പാനി ആ ചൂടോട് കൂടി തന്നെ ഒന്ന് അരിച്ചൊഴിക്കാം. കല്ലും മണ്ണും ഉണ്ടെങ്കിൽ അരിച്ചൊഴിച്ചാൽ മതി, അല്ലെങ്കിൽ അരിച്ചൊഴിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ശർക്കര പാനി ഇത് അരിച്ചൊഴിച്ചിട്ടുണ്ട്. ഇത് മാറ്റാം. ഇനി അരിച്ചെടുത്ത ശർക്കര പാനി മാറ്റി വെക്കാം. ഇനി ഒരു മിക്സിംഗ് ബൗളിലേക്ക് 1/2 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. 250 ml കപ്പിന് 1/2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് ഗോതമ്പ് പൊടിയും 1/2 കപ്പ് മൈദയും അങ്ങനെ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഞാൻ ഫുള്ളായിട്ട് ഇപ്പോൾ 1/2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. വറുത്തതോ വറുക്കാത്തതോ ഏത് റവ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അപ്പോൾ 1/4 കപ്പ് എന്ന് പറയുമ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ ഉണ്ടാവും. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. അപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന സോഡാപ്പൊടിയാണേ. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 2 നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ എടുത്ത ശർക്കരയിൽ ഉപ്പിന്റെ അളവ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഉപ്പില്ലാന്നുണ്ടെങ്കിൽ 2 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാവും. നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ പഞ്ചസാരയും കൂട്ടി ചേർത്ത് പൊടിച്ചെടുത്തത് കൊണ്ടാണ് 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തത്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 2 നുള്ളു അല്ലെങ്കിൽ 1/4 ടീസ്പൂൺ ഒക്കെ ഇട്ട് കൊടുത്താൽ മതിയാവും. ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഒക്കെ ഇട്ട് കൊടുത്താൽ മതിയാവും. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇട്ട് കൊടുത്ത ഉപ്പ്, സോഡാപ്പൊടി, അതുപോലെ തന്നെ ഏലക്കാപ്പൊടി എല്ലാം ഈ മാവുമായിട്ട് ഒന്ന് മിക്സ് ആയി കിട്ടണം. അപ്പോൾ അതെല്ലാം ഒന്ന് മിക്സ് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഉരുക്കി അരിച്ചൊഴിച്ച ശർക്കര പാനി അങ്ങ് മുഴുവനും ഒഴിച്ചു കൊടുക്കാം. ചെറിയൊരു ചൂടുണ്ട്, കുഴപ്പമില്ല, വലിയ ചൂടില്ല. ഇപ്പൊ ശർക്കര പാനി മുഴുവനും ഇതാ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ശർക്കര പാനിയും കൂടെ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ഇതാ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കട്ടിക്കാണ് ഇരിക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് പാല് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 1/2 കപ്പ് പാല് എടുത്തിട്ടുണ്ട്. 1/4 കപ്പ് പാല് ആദ്യം എടുക്കാം. തിളപ്പിച്ച പാലോ അല്ലാത്ത പാലോ ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇനി കൈവച്ച് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. നമുക്ക് ഈ മാവ് കുറച്ച് അയഞ്ഞ പരുവത്തിലാണ് വേണ്ടത്. കട്ടിക്കുള്ള പരുവത്തിലല്ല വേണ്ടത്. കുറച്ച് ലൂസായിട്ട് വേണം ഇരിക്കേണ്ടത്. ഇതിൽ റവ ചേർത്തുകൊണ്ട് കുറച്ച് ലൂസായിട്ട് വേണം ഈ മാവൊന്ന് കുഴച്ചെടുക്കാൻ. അപ്പോൾ റവ എല്ലാം ഒന്ന് കുതിർന്ന് സോഫ്റ്റായി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ 1/4 കപ്പ് പാലിൻ്റെ ആവശ്യമേ വന്നിട്ടുള്ളൂ. അത് ഒരു അയഞ്ഞ പരുവത്തിൽ മാവ് കുഴച്ച് എടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിന് വേണം മാവ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. റവ ഒക്കെ ചേർന്നുകൊണ്ട് കുറച്ചും കൂടെ ഒന്ന് സോഫ്റ്റായി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ അയഞ്ഞ പരുവത്തിൽ മാവ് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന മാവിനനുസരിച്ച് അതുപോലെ തന്നെ റവയ്ക്കനുസരിച്ച് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന പാലിന്റെ അളവ് വ്യത്യാസം ഉണ്ടാവും. ആദ്യം കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. 1/4 കപ്പ് മുഴുവനായിട്ട് അങ്ങ് ഒഴിക്കേണ്ട. ആദ്യം ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ച് വീണ്ടും ഒരു 2 ടേബിൾ സ്പൂൺ വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ച് ഇതുപോലെ അയഞ്ഞ പരുവത്തിൽ ഒന്ന് കുഴച്ചെടുക്കുക. അതൊന്ന് കുഴച്ച് എടുത്തിട്ടുണ്ട്. ലൂസ് പരുവത്തിന് മാവ് കുഴച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏത് എണ്ണ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. നെയ്യിന്റെ ടേസ്റ്റ് ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്താലും മതി. ഇനി എല്ലാം കൂടിയിട്ട് ഒന്ന് കൈവച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. 1 മിനിറ്റ് ഇങ്ങനെ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ മാവ് 1 മിനിറ്റ് നല്ല സോഫ്റ്റ് ആയിട്ട് ഇതാ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും മതി. അപ്പോൾ കൈയൊക്കെ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കൈ നനച്ചിട്ട് വേണം ഒന്ന് കുഴച്ചെടുക്കാം. ഇനി മാവ് ഒന്ന് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ പുറത്ത് കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കാം. അപ്പോൾ ഇതിൽ റവ ചേർത്തത് കൊണ്ട് കുറച്ച് മാവൊന്ന് സോഫ്റ്റായി കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് മൂടി മാറ്റി വയ്ക്കാം. ഇപ്പം മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം റവയെല്ലാം കുതിർത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും കുറച്ച് മാവെടുക്കാം. ഈ ഒരു നാരങ്ങ വലുപ്പത്തിലാണ് മാവ് എടുത്തിട്ടുള്ളത്. ഇനി കൈവച്ച് ഒന്ന് ഉരുട്ടിയെടുക്കാം. ഇനി ചായ ഇരിക്കുന്ന ഇതുപോലത്തെ ഒരു അരിപ്പ എടുക്കുക. ഇനി ഉരുട്ടിയെടുത്ത മാവ് ഈ അരിപ്പയുടെ മുകളിലായിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കുക.
കൈ വെച്ച് ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കാം. ചെറിയ രീതിയിൽ ഒന്ന് പരത്തിയെടുത്താൽ മതിയാവും. ഇപ്പോൾ അതാ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ലെവൽ ചെയ്തും കൂടി കൊടുക്കാം. ഇനി ഇതിൻ്റെ നടുവിലായിട്ട് ചെറിയൊരു ഹോളും കൂടി ഇട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ സംഭവം. അരിപ്പയിൽ വെച്ച് ഷേപ്പ് ചെയ്തെടുത്ത മാവ് എണ്ണയിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഓരോ മാവും ഇതുപോലെ ഉരുട്ടിയെടുത്ത് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഓരോന്നോരോന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അത് ലോ ടു മീഡിയം ഫ്ലെയിം വെക്കുക. അതിന്റെ ഉള്ളൊക്കെ ഒന്ന് വെന്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഫ്ലെയിം കൂട്ടി വെക്കരുത്. അഥവാ നിങ്ങൾക്ക് അരിപ്പയിൽ നിന്ന് വിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ തടവിന് ശേഷം ഒന്ന് പരത്തി ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഒരു 4 എണ്ണമാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒരു സൈഡ് ഒന്ന് മൊരിഞ്ഞ് വരട്ടെ. ആദ്യം നമ്മൾ ഇട്ട് കൊടുത്തത് ഒരു സൈഡ് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മറുവശവും ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ നിറാവട്ടെ. ഇപ്പൊ 2 വശവും നല്ലൊരു ഗോൾഡൻ നിറായിട്ടുണ്ട്. ഇനി എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഒട്ടും എണ്ണയൊന്നും കുടിച്ചിട്ടില്ല. പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പൊ കണ്ടില്ല, ഒട്ടും എണ്ണ ഒന്നും കുടിച്ചിട്ടില്ല. നല്ല അടിപൊളിയായിട്ട് ഇത് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് വേണ്ടത് കുറച്ച് എള്ളാണ്. ഉരുട്ടിയെടുത്ത ഓരോ ഉരുളയും ഈ എള്ളിലിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്ത് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതൊന്ന് പരത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു വാഴയിലാണ് എടുത്തിട്ടുള്ളത്. എള്ളില് കോട്ട് ചെയ്തെടുത്ത മാവ് വാഴയിലേക്ക് വെച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് പരത്തിയെടുക്കാം. കാരണം കുറച്ച് വേണം പരത്തിയെടുക്കാൻ. നമ്മൾ എണ്ണയിലേക്ക് ഇടുമ്പോൾ ഇതൊന്ന് വീർത്ത് വരും. ഇനി നടുവിലായിട്ട് ഒരു ഹോൾ ഇട്ട് കൊടുക്കാം. ഇലയിൽ നിന്ന് ഇളക്കിയെടുക്കാം. നല്ല ഈസി ആയിട്ട് ഇത് ഇളക്കിയെടുക്കാൻ പറ്റും. ഇനി ഇതുപോലെ ഇളക്കിയെടുത്ത് എണ്ണയിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. വാഴയില ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക്കിന്റെ ഷീറ്റ് ഉണ്ടല്ലോ, അതെടുത്താലും മതി. അതിൽ ഇതുപോലെ മാവ് ഉരുട്ടി ഇതുപോലെ ഒന്ന് എള്ളിട്ട് കോട്ട് ചെയ്ത് ഒന്ന് പരത്തി ചെറിയൊരു ഹോൾ ഇട്ട് കൊടുത്താൽ മതിയാവും. ഇപ്പോൾ ഒരു സൈഡ് ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും ഇതുപോലെ ഒന്ന് മൊരിഞ്ഞ് വരട്ടെ. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറം ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പൊ 2 സൈഡും ഒരു ഗോൾഡൻ നിറം ആയിട്ടുണ്ട്. ഇനി എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇപ്പൊ എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട്. ബാക്കി ഇരിക്കുന്നതും ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പൊ കടലിൽ ഒട്ടും എണ്ണയൊന്നും കുടിച്ചില്ല. കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളി ടേസ്റ്റ് ആണ്. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പൊ നമ്മുടെ പലഹാരം എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ നിന്നും ഒരെണ്ണം എടുത്ത് കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് ആണ്. പുറത്ത് ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റും ആണ്. കുറച്ചും കൂടി കാണിച്ചു തരാം. കടല നല്ല സോഫ്റ്റ് ആയിട്ടിരിപ്പുണ്ട്. അപ്പൊ നിങ്ങൾ ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വാഴയില് നമ്മൾ പരത്തിയെടുത്ത് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇതും നല്ല സോഫ്റ്റ് ആണ്. ഇനി ഇതിൽ നിന്നും ഒരെണ്ണം എടുത്ത് കാണിച്ചു തരാം. അപ്പൊ വെള്ളമൊക്കെ ചേർത്തുകൊണ്ട് പുറത്ത് നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റും ആണ്. ഇനി ഇതൊന്ന് മുറിച്ച് കാണിച്ചു തരാം. ഇപ്പൊ കണ്ടില്ലേ, ആകമൊക്കെ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നല്ല സോഫ്റ്റ് ആണ്. കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളി ടേസ്റ്റുമാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പൊ നമുക്ക് മറ്റൊരു വെറൈറ്റി ഡിഷുമായിട്ട് വീണ്ടും കാണാം. താങ്ക്